ഈ സെക്കൻഡുകൾ ഒരു അസാധാരണ ദൈവപ്രവൃത്തിയോടെ ഇവിടം വിട്ടു പോകുവാൻ സ്വർഗമിടയാക്കാൻ പോകുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരെയും നാം പ്രതീക്ഷിക്കാത്ത അസാധാരണ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നമ്മുടെ മധ്യേ ചെയ്യുവാനിടയായി തീർന്നു. ഇന്നേ ദിവസവും അതിനേക്കാൾ ഉപരിയുള്ള അതിശയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ സാധ്യമായി വരാൻ പോകുകയാണ്. ഇതൊരു സാധാരണ ചേർച്ചല്ല, ശുശ്രൂഷക്കാരെ വാർത്തെടുക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. ഇതൊരു അസാധാരണ ദൈവപ്രവൃത്തിയുടെ ഇടമാണ്. അതിശയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മാത്രം വെളിപ്പെടുന്ന ഒരു സ്ഥലമാണ്. യെസ് പ്രൈസ് ദി ലോർഡ്. ഇതേവരെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആമി സംസാരിച്ചു കൊണ്ടിരുന്നതിനെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് സെക്കൻഡുകൾ ഉള്ളത് ആമി കേട്ട് തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു വലിയ മാറ്റത്തോടുകൂടെ ഇവിടം വിട്ട് കടന്നു പോകുവാൻ സ്വർഗം ഇടയാക്കാൻ പോകുകയാണ്. തൻ്റെ അഭിഷിക്തദാസൻ വായിച്ച വാക്യത്തെ ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്നും കൂടെ വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തി 28 അതിൻ്റെ 6-ാം വാക്യം വായിച്ച് കേൾക്കാം. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം അവർ കാത്തു നിന്നിട്ടും അവർക്ക് ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവിടെ മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ഈ ഹോളിനകത്ത് കടന്ന് കയറിയത് നീ ഒരു മനുഷ്യ വ്യക്തിയായിട്ടായിരിക്കാം. ഈ ഹോള് വിട്ട് പുറത്തു പോകുവാൻ പോകുന്നത് നീ ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. നിന്നിലൊരു വലിയ മാറ്റം സംഭവിച്ചു എന്ന് അനുഭവിച്ചിട്ട് ഇവിടുന്ന് പുറത്തു പോകുവാൻ സ്വർഗമിടയാക്കാൻ പോകുന്നു. ഇവിടെ ഇന്ന് പകൽക്കാലം ആരും ഇതിനകത്ത് വന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഹോള് പോരാ, ഒരു ഓഡിറ്റോറിയം പോരാ. ആമേൻ. നസ്രയന യേശുവിന് ഈ പട്ടണം സ്വന്തമായിരിക്കുന്നു എന്ന് ഈ പട്ടണത്തിലെ അന്ധകാര ശക്തികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പട്ടണത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തി നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഗുഡ് ന്യൂസ് അറിയിക്കാം. ഈ പട്ടണത്തെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാര ശക്തി ഈ പട്ടണം വിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ സാധാരണ വിശ്വാസികളെ ദൈവത്തിന് അത്യാവശ്യം ഇല്ല. ആമേൻ. ഈ ഹീലിംഗ് ഗോസ്പൽ സെന്ററിനകത്ത് ആമേൻ വിശ്വാസികളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമല്ല. ഈ പട്ടണത്തെ, ഈ രാജ്യത്തെ, ലോകത്തെ ക്രിസ്തുവിന് സ്വന്തമാക്കി തീർക്കുന്ന അസാധാരണ മഹത്വമുള്ള വ്യക്തികളെ വാർത്തെടുക്കുന്ന സ്ഥലമത്രേ. ആമൻ. ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യന്റെ ശബ്ദത്താലുമല്ല. ഈ സ്ഥാനം ഒരു അനുഗ്രഹിക്കുന്ന നിലവാരത്തിലായി തീരുവാൻ സ്വർഗമിടയാക്കാൻ പോകുകയാ. ഇന്നത്തെ ദിവസം ഇവിടെ കടന്നു വന്നതുപോലെയല്ല. പൗലോസ് അപ്പോസ്തലനെ പോലെ മനസ്സ് മാറി ഒരു ദേവൻ എന്ന വിശേഷതയോടെ ഇവിടം വിട്ട് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് ശക്തമായി സന്തോഷത്തോടെ കാര്യമായി ഇന്നേ ദിവസം ഒരു അസാധാരണ മഹത്വത്തോടുകൂടെ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് അവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുകയാണ്. നന്ദി പറഞ്ഞാട്ടെ. ജീസസ് നെയിം. ഇന്നത്തെ ദിവസം പിശാച് കാണുമ്പോൾ ഈ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരാകട്ടെ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരാകട്ടെ, നിങ്ങളെ ചൊല്ലി നിങ്ങളെ ഇതുവരെ പരിചയമുള്ള വ്യക്തികൾ ഈ ഹോളിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങളോട് നടക്കാൻ പോകുന്ന അസാധാരണ അത്ഭുതങ്ങളെ അനുഭവിച്ചുകൊണ്ട് നീ ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് പറയാൻ പോകുകയാ. തന്റെ അഭിഷിക്തദാസന്മാർ അവർ സാധാരണ വ്യക്തികളല്ലെന്ന് പറയാൻ പോകുകയാ. തന്റെ അഭിഷിക്തദാസിമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ നിങ്ങൾ സാധാരണ വ്യക്തിയാണെന്ന് പറയാൻ പോകുന്നില്ല. ഒരത്ഭുത മഹത്വം പറയാൻ പോകുക. നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന ഭവനത്ത് അസാധാരണ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇന്നത്തെ ദിവസം ഈ ഹോളിലായിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്ന ചിലരിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. Yes, Jesus' name. Thank you.
സ്വർഗത്തിലെ ദൈവം സാമുവലിനെ ഭൂമിയിൽ ഉണ്ടാക്കിയത് ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി ആയിരുന്നില്ല. അതുകൊണ്ട് അവനൊരു സാധാരണ മനുഷ്യനായി ചിന്തിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു സാധാരണ മനുഷ്യനായിട്ട് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി പൈശാചിക മണ്ഡലങ്ങൾ കാണാൻ പോകുകയാ. അനേകർ അത്ഭുതത്തോടെ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. ഈ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന ചില വ്യക്തികൾ അവർ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുതകരമായ മാറ്റം അവരായിരിക്കുന്നിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയോ. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് Yes, Jesus name. Thank you. Thank you. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. മതി മക്കളെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് ആമേൻ സ്തോത്രം. നമ്മുടെ ഈ ഒരു ആത്മീയ കൂട്ടായ്മ സ്തോത്രം ആമേൻ ശക്തന്മാരായ ശുശ്രൂഷക്കാരെയും ശുശ്രൂഷക്കാരത്തികളെയും വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷ ഇടമാണ്. സ്തോത്രം. 50ആയി 500ആയി 1000ങ്ങളായി പട്ടണത്തിന്റെ നാനാഭാഗത്തേക്കും സ്തോത്രം ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തേക്കും ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോകുവാൻ സ്വർഗം അവരെ ശക്തമായി അഭിഷേകം ചെയ്ത് വേർതിരിക്കുന്ന ഇടമാണ്. എന്നെ അടുത്തറിയാമെന്നുള്ള വ്യക്തികൾക്ക് നന്നായിട്ട് അറിയാം. തിരുവനന്തപുരം പട്ടണത്തിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി ഉപകാരമായി തീരുന്ന അനേക ശുശ്രൂഷക്കാരെ അവരെ ശക്തരാക്കി തീർക്കുവാൻ കൃപയാൽ കർത്താവ് ഉപയോഗിച്ച ഒരുത്തനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി അസാധാരണ മഹത്വം വരും ദിവസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഓ സ്തോത്രം. വായിച്ചു കേട്ട വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തരുന്ന വാക്കുകൾ മാത്രം പറയുവാൻ നമുക്ക് മുമ്പിൽ സമയമുണ്ട്. വേണ്ടുവോളം കേട്ടിരിക്കുന്നു. ശേഷമായി നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് നന്ദി പറയുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ അകത്ത് ദേവന്മാരെന്ന് വിശേഷിക്കപ്പെട്ട ചില വ്യക്തികൾ നമുക്ക് കാണുവാൻ സാധിക്കും. വേഗത്തിൽ ചില വാക്കുകളിലൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി ദാനിയേലിനെ കുറിച്ച് വേദപുസ്തകം നമ്മെ എന്താ പഠിപ്പിക്കുന്നത്? സർവ്വഭൂമിയുടെ രാജാവായിരുന്ന ഒരുവൻ സ്തോത്രം അവിടെ അടിമയായി പിടിച്ചുകൊണ്ടുവരപ്പെട്ട് ആ രാജ്യത്ത് വളർന്ന് ഉയർന്നു വന്ന തന്നെ നോക്കി നബൂഖദ്നേസർ രാജാവ് അവൻ ഇപ്രകാരമാണ് തന്നെ വിളിക്കുന്നത്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കാം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. നിങ്ങൾ ദാനിയേൽ 4:9 വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കാട്ടെ. അവിടെ വായിക്കുന്നു, മന്ത്രവാദി ശ്രേഷ്ഠനായ ബെൽഷസ്സറേ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് വിഷമമല്ലെന്നും ഞാൻ അറിയുന്നത് കൊണ്ട് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ താല്പര്യവും അർത്ഥവും പറക. അതുപോലെ അതിന്റെ 8-ാം വാക്യം ശ്രദ്ധിക്കൂ. ഒടുവിൽ എന്റെ ദേവന്റെ നാമദേവപ്രകാരം ബെൽഷസ്സർ എന്ന പേരുള്ളവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ അവിടെ പറയുന്നു ദാനിയേൽ എന്റെ മുൻപിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നം വിവരിച്ചത് എന്തെന്നാൽ ഇവിടെ ദാനിയേലിനെ കുറിച്ച് സ്തോത്രം ദാനിയേലിനെ അടുത്തറിയുന്ന വ്യക്തികൾ തന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവനൊരു ദേവന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ്. അന്ന് ദേവന്മാര് രാജ്യത്തിന്റെ വിശേഷിക്കപ്പെട്ടവരായി നബൂഖദ്നേസറും ജനവും തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ ഇവർക്കാർക്കും ചെയ്യുവാൻ കഴിയാത്തത് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യുവാൻ ദൈവത്താൽ ഇടയാക്കി തീർത്തു. ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസന്മാർ അവർ ഒരു ചെറിയ സമയം കഴിയുമ്പോൾ അവർ പട്ടണത്തിന്റെ രാജാക്കന്മാരെ പോലെ അവർ വാഴും. ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തി ദേശം വിട്ട് മാറിപ്പോയത് കൊണ്ട് ഏതെല്ലാം ദേശത്തായിരിക്കുന്ന വ്യക്തികളെ അവർ ആയിരിക്കുന്നിടത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഏതെല്ലാം അന്ധകാര ശക്തി ഉണ്ടെങ്കിലും തന്റെ അഭിഷിക്ത മക്കളായ നിങ്ങൾ നിമിത്തം
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവ തകർക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചില കുറച്ച് സമയത്തിന് മുമ്പ് ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന ഒരു സമയം, 2000-ലധികം വർഷങ്ങൾ കൊണ്ട് പാരമ്പര്യമുള്ള ഒരു പ്രത്യേക പൈശാചിക ആരാധനയിടം, കൂടുതലൊന്നും വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. 24 മണിക്കൂറും അവിടെ ഒരു പ്രത്യേക നിലവാരത്തിൽ ആരാധന നടക്കുന്ന സ്ഥലം. ഞാനും എന്റെ പ്രിയപ്പെടും നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവിനെ പിടിച്ചു നിർത്തി. സ്തോത്രം. ആ പ്രത്യേക സ്ഥലത്തേക്ക് ചെന്നു. അന്ന് എനിക്ക് മനസ്സിലായത് പറയപ്പെടുന്നതിനേക്കാൾ ഉപരി അവിടെ ഉണ്ടെന്ന് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പട്ടണത്തിലുള്ള പലയിടത്ത് വേഷം മാറി ചെല്ലുവാൻ സ്വർഗമിടയാക്കി, അന്ധകാര മണ്ഡലങ്ങൾ തകർക്കുവാൻ ഇടയാക്കിയതുപോലെ എന്റെ കർത്താവ് അതിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. കുറച്ചു കഴിഞ്ഞ് സ്തോത്രം, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരു പ്രത്യേക ചങ്ങല കിലുക്കം കേട്ട് അന്ധകാര ശക്തിയുടെ വ്യാപാരം ഞങ്ങളായിരിക്കുന്ന ഫ്ലാറ്റിനകത്തേക്ക് പ്രത്യക്ഷമായി കയറി വന്നു. ചോദ്യം ഇതാണ്, ഇനി ഞങ്ങൾ എവിടെ പോകേണ്ടു? വാക്കിനും ചോദ്യത്തിനും മറുപടി ഉടനെ കൊടുത്തു. നിർജ്ജല പ്രദേശത്തേക്ക് വാങ്ങിപ്പോക. ഈ പട്ടണത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തി മനുഷ്യരുടെ മേൽ ആധിപത്യം നടത്തേണ്ടതല്ല, നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ ആധിപത്യം നടത്തേണ്ടതല്ല. ആമേൻ. അത് നിർജ്ജല പ്രദേശത്തേക്ക് വാങ്ങിപ്പോകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തി അവ തകർക്കപ്പെട്ടാൽ മാത്രമേ ആത്മാക്കൾ വിടുതൽ പ്രാപിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തൊരു ഉണർവുണ്ടാകുമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, അത് തിരുവനന്തപുരം നടുവിൽ നിന്നാണ്, അത് ഇവിടെ നിന്നാണ്, ഇവിടെ ആയിരിക്കുന്ന നമ്മിൽ നിന്നാണ്. സന്തോഷമുള്ളവർ മാത്രം സ്തോത്രം സ്തുതിച്ചാൽ മതിയെന്നേ. ഹല്ലേലൂയ. യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇന്നത്തെ ദിവസം എന്റെ അവസാന ശുശ്രൂഷയാണെന്ന് മാനുഷികമായി ചിന്തിച്ചു പോയാൽ പോലും ഇവിടെ നടക്കുന്ന പ്രവൃത്തി കർത്താവിന്റെ നാളോളം ഇവിടെ കയറി വരുന്ന ഓരോ വ്യക്തികളെ കൊണ്ട് ദേശത്തിന് ചെയ്തിരിക്കും. കാരണം ഇത് ശുശ്രൂഷക്കാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണ്. സ്വർഗം ഇന്നേ ദിവസം ഒരത്ഭുത മഹത്വമായി നയിക്കാൻ പോകുക. എത്ര പേർക്ക് പകൽക്കാലം സന്തോഷമുണ്ട്? നിങ്ങളാരും ഇവിടെ വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാ. അടുത്ത ആഴ്ച നിങ്ങൾ ആയിരിക്കേണ്ട ഇടയിൽ എവിടെയാണെങ്കിലും അവിടെ അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കുന്ന ഒരു മഹാപ്രവൃത്തിക്ക് വേണ്ടി സ്വർഗം ഇന്നേ ദിവസം അഭിഷേകത്തിൽ കൊണ്ടുപോകാൻ പോകുകയാ. ഇവിടെ പറയുകയാ, ദാനിയേൽ അവൻ ദേവന്മാരുടെ ആത്മാവുള്ളവനെന്ന് സർവഭൂമിയും തിരിച്ചറിഞ്ഞതുപോലെ, അടിമയാക്കി വെച്ചിരിക്കുന്ന രാജാവടക്കം സർവ്വ വ്യക്തികളും തിരിച്ചറിഞ്ഞതുപോലെ, നാളെ വരെ ചരിത്ര സംഭവമായതുപോലെ ഇവിടെ ആയിരിക്കുന്ന അഭിഷിക്ത ദാസന്മാരും അവരുടെ കുടുംബങ്ങളും ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളും ഒരു ചരിത്ര സംഭവമായി തീരുത്തക്ക തരത്തിൽ നിനക്കൊരു രൂപാന്തരം വേണം. ഈ ദിവസം രൂപാന്തരത്തോടുകൂടെ ഞാൻ ഇവിടം വിട്ട് കടന്നു പോകുമെന്ന് പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒരസാധാരണ മഹത്വം ഇന്നേ ദിവസം വെളിപ്പെടാൻ പോകുകയാ. സ്തോത്രം, സ്തോത്രം. ഇവനെ ദേവന്മാരുടെ ആത്മാവുള്ളവനെന്ന് പറഞ്ഞവൻ മരിച്ച് മൺമറഞ്ഞു പോയി. അവന്റെ തലമുറയിൽ അവനെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ? നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ സ്തോത്രം 11-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, വിശുദ്ധ, പെട്ടെന്ന് വായിച്ചോളൂ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനവും പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവേ, തിരുമേനിയുടെ അപ്പൻ തന്നെ.
എന്ന് പറഞ്ഞ് കുറെ കൊണ്ട് പറഞ്ഞങ്ങോട്ട് പോവുക. ശേഷമായിട്ട് 14-ാം വാക്യം നോക്കൂ. ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും പ്രകാശവും ബുദ്ധിയും വിശേഷ ജ്ഞാനവും കണ്ടിരിക്കുന്നു എന്നും ബെൽഷസ്സർ പറയാ, നിന്നെ കുറിച്ച് കേട്ടിരിക്കുകയാ, നിന്നെ കുറിച്ച് തലമുറയായി ഒരു അസാധാരണ ദൈവമഹത്വം എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു മാറ്റത്തോടുകൂടെ പോകാൻ അടുത്ത ആഴ്ച വരണ്ട ഇന്നത്തെ ദിവസം ഒരു വലിയ മാറ്റം സംഭവിച്ചു പോകുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതൊരു വലിയ ദൈവ പ്രവൃത്തിയുടെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ മുഖപുര പറഞ്ഞ് തുടങ്ങുകയല്ല, ആശീർവാദം പറയാൻ പോവുകയാണ്. കാര്യം സമയം 5 മണിയായി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസം ഒരു അസാധാരണ ദൈവ പ്രവൃത്തിയോടുകൂടെ ഇവിടം വിട്ട് കടന്നു പോകുക സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ആമേൻ. അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കി തീർക്കാൻ പോകുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യെസ്, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചാലോ? ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം 16-ാം വാക്യം നിങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചോളൂ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോന്യ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് സ്തോത്രം മെലീത്തായിലുള്ള പ്രിയപ്പെട്ടവർ മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ സ്തോത്രം പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഇതാ നേരത്തെ തന്നെ കുറെ പേര് പറഞ്ഞു, ഇവനൊരു സാധാരണക്കാരനല്ല, ഒരു അസാധാരണ മഹത്വമാണ്. ഇന്നത്തെ ദിവസം വലിയൊരു മാറ്റത്തിന്റെ ദിവസമാണ്. ദൈവകരനെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കാം. ഇന്നത്തെ അനുഗ്രഹം വ്യക്തിപരമാണ്. നിന്റെ ഭർത്താവിനെ നോക്കിയോ, നിന്റെ ഭാര്യയെ നോക്കിയോ, മാതാപിതാക്കളെ നോക്കിയോ, നാട്ടുകാരെ നോക്കിയോ, വീട്ടുകാരെ നോക്കിയോ, നിന്നെ ബ്ലസ് ചെയ്യുന്ന ഒരു ദിവസമല്ലോ. നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു വലിയ മാറ്റം ഇന്നേ ദിവസം അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാൻ പോകുകയാ. എത്ര പേർക്ക് ഇന്നത്തെ ദിവസം ദൈവം ഏൽപ്പിച്ചു സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇതാ മനസ്സ് മാറി അവൻ ഒരു ദേവനെന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം മുതൽ നാളിതുവരെ നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, തകർച്ചകൾ നിന്നെ വിട്ട് മാറി പോകാൻ പോകുന്നത് കൊണ്ട് അടുത്തറിയുന്ന വ്യക്തികൾ അത്ഭുതത്തോടെ വീക്ഷിക്കുവാൻ പോകുകയാണ്. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഇവിടെ പറയുന്നത് ആമേൻ, എനിക്ക് വേണ്ടി എന്ന് ഓർത്തു നിൽക്കുന്നവരുടെ അനുഗ്രഹം കൂടെ എൻ്റെ മേൽ വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം കർത്താവ് കൊണ്ടുവന്നത് എന്നെ ഒരു അത്ഭുത മഹത്വമാക്കി രൂപാന്തരപ്പെടുത്തി. നീ മരിക്കുന്നത് വരെ ഒരു സാധാരണ വ്യക്തിയായി നീ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം വിചാരിച്ചാൽ പോലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താ നീ നിന്നെ കുറിച്ചൊന്ന് മാറി ചിന്തിക്കുവാൻ തീരുമാനിച്ചോ, സർവഭൂമിയുടെ അന്ധകാര ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റാലും ആമേൻ നിന്നെ താഴ്ത്തുവാനോ, നിന്നെ ഒതുക്കുവാനോ, നിന്നെ തകർക്കുവാനോ സാധ്യമല്ലോ. ഇത് അത്ഭുതത്തിന്റെ ദിവസം മാത്രമേ. ചില വ്യക്തികളിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ്. വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ്. ഇതാ ചില ബന്ധനങ്ങൾ അടിഞ്ഞു മാറാൻ പോകുകയാണ്. വിഷ്വൽ കാണുന്ന ചില വ്യക്തികളുടെ ബന്ധത്തിൽ അവരായിരിക്കുന്ന ഭവനത്തിന്റെ അകത്ത് അവരെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ, ചില ചങ്ങലകൾ ഇപ്പോൾ പൊട്ടിമാറാൻ തുടങ്ങുകയാണ്. ഓ, പൈശാചികമായി ബന്ധിക്കപ്പെട്ട ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷ്വൽ കാണാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ടവരെ തകർത്തു വച്ചിരിക്കുന്ന, നശിപ്പിച്ചു വച്ചിരിക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ ഇവർ ഈ വിഷ്വൽ കാണുന്ന സെക്കൻഡിൽ അവരെ വിട്ട് മാറിപ്പോകാൻ പോകുകയാ. ഇന്നത്തെ ദിവസം നിന്നെ തകർത്ത് തരിപ്പണമാക്കി താഴ്ത്തി ഒന്നുമല്ലാത്ത അവസ്ഥയെ ആക്കി വച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. ദാനിയേലിനെ കുറിച്ച് അവനൊരു ദേവനാണ്.
വിശേഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞതുപോലെ, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇനിയും എത്രയോ വിശുദ്ധന്മാരെ കുറിച്ച്, അവർ കർത്താവിന്റെ അഭിഷിക്ത ദാസന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഏലിയാവിനെ കുറിച്ച്, എലീശയെ കുറിച്ച് അവർ ദൈവത്തിന്റെ അഭിഷിക്തനെന്നാണ്, ദൈവത്തിന്റെ പുരുഷനെന്നാണ്, അവൻ ദൈവ പുരുഷനെന്നാണ്, അവൻ ദൈവത്തിന്റെ ഛായ എന്നാണ്. ഇന്നത്തെ ദിവസം ഒരു മാറ്റത്തോടെ പുറത്തു പോകുവാൻ ആഗ്രഹിക്കുന്ന ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്താൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്താൽ ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ നടക്കുന്ന ശുശ്രൂഷ, ഇതിനകത്തുള്ള ചില വ്യക്തികൾ അവർ ചില ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്ന്, ചില പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വന്ന്, ചില തകർച്ചകളിൽ നിന്ന് പുറത്തു വന്ന് ദേവനാണ്, ആമേൻ, ഒരു ദേവന്റെ ആത്മാവുള്ള വ്യക്തിയാണ്, ഒരു അസാധാരണ വ്യക്തിയാണ് എന്ന് രൂപാന്തരം പ്രാപിച്ച് വിടം വിട്ട് പോകാനുള്ള സമയമാണ്. അതിനെ ആരും നശിപ്പിച്ചു കളയണ്ട. ഓക്കേ, ആമേൻ, സ്തോത്രം ചെയ്തേ. ഇന്നത്തെ ദിവസം ഈ ഹോള് വിട്ട് പോകുന്നത് എനിക്കൊരു സാധാരണ വ്യക്തിയായിട്ട് പോകണ്ട, പൈശാചിക മണ്ഡലങ്ങൾ തകർക്കുന്ന വ്യക്തിയായി, നൂറുകണക്കിന് വ്യക്തികൾക്ക് ഒരു അനുഗ്രഹമായി, എന്റെ ഭവനത്തുള്ളവർ, എന്റെ ഭാര്യത്തുള്ളവർ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ പ്രാപിക്കത്തക്ക നിലവാരത്ത് അസാധാരണ പരമ്പരം ദയകാഴ്ച പരമ്പരന്മാർ. ഇവനൊരു കൊലപാതകനാണ്, ഇവർ കൊലപാതകിയാണ് എന്ന് വിധിയെഴുതപ്പെട്ട സ്ഥാനത്ത് മനസ്സുമാറി ഇവനൊരു ദേവനാണ് എന്ന് പറയപ്പെട്ട തരത്തിലേക്ക് ഇവിടം വിട്ട് രൂപാന്തരം പ്രാപിച്ച് പുറത്തു പോകുവാൻ സ്വർഗ്ഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.